السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله سيدنا وحبيبنا محمد وآله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും സർവാർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക് പാഠശാലയുടെ വാരാന്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു വെച്ച പ്രാർത്ഥന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ചില സംശയങ്ങൾ നമ്മുടെ ശ്രോതാക്കളിൽ ചില ആളുകൾ പ്രകടിപ്പിക്കുകയും പങ്കുവെക്കുകയും ഉണ്ടായി. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കുകയും നിവാരണം വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ആ സംശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അള്ളാഹുവിനോടുള്ള സത്യവിശ്വാസിയുടെ ബന്ധം അതിശക്തമായി നിലനിർത്തുന്ന കണ്ണിയാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, സത്യവിശ്വാസികളുടെ ആയുധമാണ് പ്രാർത്ഥന എന്നാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈമാനികമായ പ്രതിസന്ധികളിൽ നിന്നും ഭൗതികമായ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം കടന്നു കയറുവാനും അതിശക്തമായ ഒരു ജീവിത മാർഗം കണ്ടെത്തുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും നമ്മെ പ്രാപ്തരാക്കാൻ പ്രാർത്ഥനയോളം പോന്ന മറ്റൊരു ആയുധവുമില്ല. അല്ലാഹു തആല നമ്മോട് പറയുന്നത് ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ആരും വിലവെക്കുന്നില്ല, അല്ലാഹു വിലവെക്കുന്നില്ല എന്നാണ്. അല്ലാഹു പരിഗണിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു നമ്മെ പരിഗണിക്കുന്ന വളരെ ശക്തമായ ഒരു കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പരിഭവങ്ങൾ, നമ്മുടെ വേദനകൾ എല്ലാം നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മെ പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മുടെ മാനസികമായ നിലകളെക്കുറിച്ച് അറിയുന്ന, നമ്മുടെ കള്ളികൾ അറിയുന്ന, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു വെക്കാൻ നമുക്ക് സാധിക്കണം. ദയനീയമെന്ന് പറയട്ടെ, പ്രാർത്ഥനയിൽ ഇന്ന് നാം വളരെ പിറകിലാണ്. പ്രാർത്ഥിക്കാൻ മടിയന്മാരായി കൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹം. അള്ളാഹുവിനോട് കാര്യങ്ങൾ തുറന്നു പറയാനും അള്ളാഹുവിനോട് കാര്യങ്ങൾ പങ്കുവെക്കുവാനും മടിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നാം അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അർപ്പിക്കുമ്പോൾ അർപ്പിക്കേണ്ടിടത്താണ് നാം അർപ്പിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആരുടെ മുന്നിൽ നാം സമർപ്പിച്ചാലും നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചാലും അവർ നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന അല്ലെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തരുന്ന പരിഹാര മാർഗങ്ങൾ അപൂർണവും ന്യൂനതയുള്ളതുമായിരിക്കും. സമ്പൂർണമായി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അതിനാൽ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും അള്ളാഹുവിനോട് പറയുകയും ചെയ്യുക. ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്. വൃദ്ധനായ യാക്കൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ പുത്രനാണ് യൂസുഫ്. യൂസുഫിനെ ഇളയ പുത്രൻ എന്ന നിലയ്ക്ക്, വാർദ്ധക്യത്തിലുണ്ടായ പുത്രൻ എന്ന നിലയ്ക്കും യൂസുഫിനോട് യാക്കൂബ് നബിക്ക് വാത്സല്യം കൂടുതലുണ്ടായിരുന്നു. ഇത് മറ്റു മക്കളെ പ്രകോപിതരാക്കി ഉപായം പ്രയോഗിച്ച്, തന്ത്രം പ്രയോഗിച്ച് യൂസുഫിനെ അവർ കെണിയിൽ വീഴ്ത്തുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു.
യൂസഫിനെ ഒരു വലിയ പൊട്ടക്കിണറ്റിൽ കാട്ടിനുള്ളിൽ തള്ളിക്കളഞ്ഞു. യൂസുഫ് മരിച്ചു എന്ന് കരുതി അവർ തിരിച്ചുപോയി. യാക്കൂബ് നബിക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വാർദ്ധക്യത്തിൽ തനിക്ക് കൺകുളിർമയായി അള്ളാഹു നൽകിയ സന്തതി എന്ന് മാത്രമല്ല, തൻ്റെ പ്രവാചകത്വ പാരമ്പര്യം യൂസുഫിലൂടെ നിലനിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. യൂസുഫാണ് അതിന് പറ്റിയ, എല്ലാം കൊണ്ടും പറ്റിയ മകൻ എന്ന് യാക്കൂബിന് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തെ ഏറെ ദുഃഖിതനാക്കി. പക്ഷേ ആ ദുഃഖങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് ഫസബുറുൻ ജമീൽ, അഴകാർന്ന ക്ഷമയാണ് എനിക്കിപ്പോൾ അഭിലഷണീയമായിട്ടുള്ളത് എന്നാണ്. എന്ന് മാത്രമല്ല, അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ അള്ളാഹുവിൽ അർപ്പിക്കുന്നു. എന്നിട്ട് എന്തുണ്ടായി? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ, യാക്കൂബ് നബിയുടെ പുത്രനെ, നഷ്ടപ്പെട്ടു പോയ, മരിച്ചുപോയി എന്ന് കരുതിയ തൻ്റെ പുത്രനെ അള്ളാഹു എടുത്ത് വളർത്തി, അദ്ദേഹത്തെ യുവാവാക്കി, പ്രാപ്തനാക്കി, സുന്ദരനാക്കി, പ്രവാചകനാക്കി, വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ഭരണാധികാരിയാക്കി, രാജാവാക്കി അള്ളാഹു തആല യാക്കൂബ് നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അദ്ദേഹം ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചു. അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ എല്ലാ സങ്കടങ്ങളും, എൻ്റെ എല്ലാ പരിഭവങ്ങളും, എൻ്റെ എല്ലാ വേദനകളും ഞാൻ അള്ളാഹുവിൽ സമർപ്പിക്കുന്നു, അള്ളാഹുവിനോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു ഏറ്റെടുത്തു. തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ മെച്ചമായ നിലയിൽ തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. പക്ഷേ അള്ളാഹുവിനോട് പറയേണ്ടതുപോലെ പറയണം, അള്ളാഹുവിനോട് കാര്യങ്ങൾ അർപ്പിക്കേണ്ടതുപോലെ അർപ്പിക്കണം. അപ്പോൾ നമ്മിൽ ചില ആളുകളൊക്കെ പറയുന്നത്, എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, എൻ്റെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറയുന്നത് 10 വർഷമായി, എനിക്ക് മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, ഇത്രയും കാലവും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എന്നിട്ട് അത് സ്വീകരിക്കപ്പെടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം? ഞാൻ ദരിദ്രനാണ്, ഒരുപാട് കാലമായി പ്രയാസത്തിലാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിക്കുന്നു, പക്ഷേ എൻ്റെ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരവും കാണുന്നില്ല. അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു, പരിഹാരം ലഭിക്കുന്നില്ല. ഞാൻ രോഗിയാണ്, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ രോഗം ശമനമാകുന്നില്ല. ഇങ്ങനെ നമുക്ക് ധാരാളമായ അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആര് പറഞ്ഞു അള്ളാഹു നമുക്ക് ഉത്തരം തരുന്നില്ല എന്ന്? ആര് പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന്? ആരാണ് നമ്മോട് നമ്മുടെ പ്രാർത്ഥനകൾ വൃഥാവിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ സംശയിക്കാൻ പോലും നമുക്ക് ന്യായമില്ല. നാം ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ടൗണിൽ പോകുന്നു, നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ, ആ ടൗണിൽ നിങ്ങൾ പോയി വരുമ്പോൾ നിങ്ങൾ ഒരു തുണിക്കടയിൽ തൂക്കി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞുടുപ്പ് കാണുന്നു. നിങ്ങളുടെ വീട്ടിലാകട്ടെ 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പാകമായ ഒരു ഉടുപ്പ്, കാണുമ്പോൾ തന്നെ രസം തോന്നുന്ന സുന്ദരമായ ഒരു കുഞ്ഞുടുപ്പ്. നിങ്ങൾ ആ കടയിൽ കയറുന്നു, നിങ്ങൾക്ക് ഓർമ്മ വരുന്നു, അടുത്ത ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് എൻ്റെ കുഞ്ഞിനൊരു ഉടുപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് ഒരു നല്ല ഉടുപ്പ് ഏതായാലും കണ്ട സ്ഥിതിക്ക് വാങ്ങിക്കളയാമെന്ന് കരുതി നിങ്ങൾ ആ കടയിൽ കയറി ആ കുഞ്ഞുടുപ്പിന് വില ചോദിച്ച് ഉടുപ്പ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. എല്ലാവർക്കും ആ കുഞ്ഞുടുപ്പ് കാണിച്ചു, എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കുഞ്ഞും ആ ഉടുപ്പ് കാണുന്നു, കുഞ്ഞ് ആവശ്യപ്പെടുന്നു, എനിക്ക് ആ ഉടുപ്പ് ഇപ്പോൾ വേണം. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നില്ല. കുഞ്ഞ് വാശി പിടിച്ച് കരയാൻ തുടങ്ങി, നിങ്ങൾ കൊടുക്കുന്നില്ല. കുഞ്ഞിനെ എടുക്കുന്നു, നിങ്ങൾ ഉമ്മ വെക്കുന്നു, വാത്സല്യം പ്രകടിപ്പിക്കുന്നു, ഈ ഉടുപ്പ് നിങ്ങൾ കൊടുക്കുന്നില്ല. കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ ആ കുഞ്ഞുടുപ്പ് മടക്കി വെക്കുകയും അലമാരയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു? ആ കുഞ്ഞിന് ഈ ഉടുപ്പ് ആവശ്യമായിട്ടുള്ളത് ഞായറാഴ്ചയാണ്, കല്യാണത്തിന് പോകുമ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ കുഞ്ഞിനതറിയില്ല, കുഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ആ ഉടുപ്പുണ്ടല്ലോ, ആ ഉടുപ്പ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അടുത്ത ഞായറാഴ്ചയാണെന്ന് അള്ളാഹുവിനറിയാം. അടുത്ത കല്യാണത്തിന് പോകുന്ന ദിവസമാണെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു അത് ഭദ്രമായി മടക്കി വെച്ചിരിക്കുന്നു, നമുക്ക് ഏറ്റവും ഉചിതമായ, ഏറ്റവും അനുയോജ്യമായ സമയത്ത് നൽകുന്നതിന് വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു വെച്ചിരിക്കുന്ന ആ കുഞ്ഞുടുപ്പ് നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു ഉചിതമായ സമയത്ത് നൽകും. നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് ഇത് ഏറ്റവും പ്രയോജനപ്പെടുക എന്ന്. നാം നമ്മുടെ താൽക്കാലികമായ ആവശ്യങ്ങൾ, നമുക്ക് മുന്നിലുണ്ടാകുന്ന ആവശ്യങ്ങൾ, ഇപ്പോഴുണ്ടാകുന്ന ആവശ്യങ്ങൾ, അതാണ് ഏറ്റവും വലുത് എന്ന് കരുതി നാം പരിഭ്രമിക്കുകയും ചോദിക്കുകയും ചെയ്യും. പക്ഷെ ഇതേക്കാൾ വലിയ ആവശ്യം
അടുത്ത് തന്നെ വരാനുണ്ടെന്ന്, അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ വരാനുണ്ടെന്ന് സർവശക്തനായ എല്ലാ കാലത്തെക്കുറിച്ചും അറിയാവുന്ന അള്ളാഹുവിന് കൃത്യമായി അറിയാം. അപ്പോൾ അള്ളാഹു നാം ചോദിക്കുന്ന ചോദ്യം സ്വീകരിക്കുകയും ഉചിതമായ സമയത്ത് നൽകുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മോട് വാത്സല്യമില്ലാഞ്ഞിട്ടല്ല, നമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നമ്മോട് സ്നേഹ കൂടുതലുള്ളത് കൊണ്ട്, നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ സ്നേഹ കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഉടുപ്പ് കൊടുക്കാതിരുന്നത്, നിങ്ങൾ അലമാരയിൽ മടക്കി വെച്ചത്. അടുത്ത ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ്. അതുപോലെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് വാത്സല്യനിധിയായ, സ്നേഹനിധിയായ, കാരുണ്യവാനായ അള്ളാഹു ആ കാര്യം മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥനകളെ അള്ളാഹു വെറും കൈയോടെ മടക്കുകയില്ലെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. പ്രാർത്ഥനകൾ അള്ളാഹു വെറുതെ മടക്കുകയില്ല. അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈയിനെ അള്ളാഹു ശൂന്യമായി മടക്കുകയില്ല. അള്ളാഹു അങ്ങനെ മടക്കുന്നതിൽ ലജ്ജിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാം അള്ളാഹുവിനോട് പറയാൻ സമയം കണ്ടെത്തണം. പലപ്പോഴും നിസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക എന്നുള്ളത് സ്വീകരിക്കപ്പെട്ടു വരുന്ന ഒരു നല്ല രീതിയാണ്. പക്ഷേ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്കപ്പുറം നാം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടോ? നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുടുംബപരമായി, ആരോഗ്യപരമായി, മാനസികമായി, സാമ്പത്തികമായി, സാമൂഹ്യമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അന്തിമമായ സമ്പൂർണമായ പരിഹാരം കാണിച്ചു തരാൻ അള്ളാഹുവിനാണല്ലോ സാധിക്കുക. അവനോട് പറയുന്നതിന് നമുക്ക് എന്താണ് മടിയും തടസ്സവും ഉള്ളത്? അള്ളാഹുവിനോട് വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ നാം വിശുദ്ധരാണ്. നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം എത്ര വേണമെങ്കിലും സംസാരിക്കും, എന്ത് കാര്യം വേണമെങ്കിലും നാം പറയും. പക്ഷേ നമ്മോട് അടുത്ത് നിൽക്കുന്ന, നമ്മുടെ കണ്ഠനാളിയേക്കാൾ നമ്മോട് അടുത്ത് നിൽക്കുന്ന, നമ്മെ വാത്സല്യത്തോടു കൂടി പുണരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സൃഷ്ടാവിനോട്, അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നതിൽ നാം പിശുക്ക് കാണിക്കുമ്പോൾ നാം ധിക്കാരികളാണ് എന്ന് സമ്മതിക്കുകയാണ്. നിന്നോട് എനിക്കൊന്നും ചോദിക്കാനില്ല, നീ എനിക്കൊന്നും ചെയ്തു തരേണ്ടതുമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ കാര്യം എന്ന് പറയുന്നത് പോലുള്ള ഒരു ധിക്കാര മനോഭാവമാണ് വന്നുകൂടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ ഏറ്റവും നല്ല ആയുധം. ഉപയോഗിക്കുമ്പോൾ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുന്ന, ഉപയോഗിക്കുമ്പോൾ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് പ്രാർത്ഥന. എന്ന് മാത്രമല്ല, ആരാധനയുടെ മജ്ജയാണത് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദുആഉ മുഖ്ഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. മജ്ജയില്ലാത്തതിന് ജീവൻ ഉണ്ടാവുകയും ചലിക്കുകയും സാധ്യമല്ല. മജ്ജയുണ്ടാകണം. ആ മജ്ജയാണ്, ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ചോദിക്കാത്തവനെ അള്ളാഹു പരിഗണിക്കുകയേയില്ല. ഖുൽ മാ യഅബഉ ബികും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉകും, നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയരട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോടാകട്ടെ, നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കട്ടെ. ഉചിതമായ പരിഹാരം, ഉചിതമായ ഉത്തരം നൽകാൻ പ്രാപ്തനായവൻ അവൻ മാത്രമാകുന്നു. പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുക എല്ലാ കാര്യങ്ങളും. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം നമുക്ക് കാണാം. എല്ലാവർക്കും നന്മകൾ നേർന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.